2012 ഫെബ്രുവരി 21 രാവിലെ 8 മണിക്ക് സഖാവ് മോഹനെ ഒരു കൂട്ടം ലീഗ് ഗുണ്ടകൾ സംസാരിക്കാനെന്ന വ്യാജേന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി ഭീകരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. മാരകമായി പരിക്കേറ്റു. സഖാവിൻ്റെ തല തകർന്നു, സ്കള്ള് പൊട്ടി. തുടർന്ന് കഴിഞ്ഞ 13 വർഷമായി സഖാവിന് സംസാരിക്കാനോ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാനോ കഴിയാത്ത വിധം കഠിനമായ വേദന തിന്ന് മരിച്ചു ജീവിക്കുകയായിരുന്നു സഖാവ്. അരിയിൽ പ്രദേശത്ത് മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത ക്രൂരതയുടെ ഏറ്റവും വലിയ ഇരയാണ് സഖാവ് മോഹൻ. അദ്ദേഹം CPMൻ്റെ ഒരു അനുഭാവിയായിരുന്നു. ഒരു പാർട്ടി അനുഭാവിയായ ഒരാളെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. പരിചയക്കാരായ നാട്ടുകാരായ മുസ്ലിം ലീഗുകാർ വീട്ടിൽ വന്ന് വിളിച്ചപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പ്രയാസമില്ലാതെ അവരോടൊപ്പം ഇറങ്ങിപ്പോയത്. എന്നാൽ കുറച്ച് അങ്ങെത്തിയപ്പോഴാണ് അവർ മട്ടും ഭാവവും മാറി കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ തല വെട്ടിപ്പുറന്നത്. മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള മാപ്പർഹിക്കാത്ത ക്രൂരതയുടെ ഇരയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. മുസ്ലിം ലീഗ് നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടുള്ള ക്രൂരമായ അക്രമത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്.